തലവേദനയോ തലകറക്കമോ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് BP ഇല്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. യാതൊരു ലക്ഷണവും കാണിക്കാതെ ഹൃദയാഘാതത്തിലേക്കും സ്ട്രോക്കിലേക്കും നയിക്കുന്ന ഒന്നാണ് ഹൈപ്പർ ടെൻഷൻ. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ BP? നമ്മുടെ ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ പ്രയോഗിക്കുന്ന സമ്മർദ്ദമാണിത്. സാധാരണ നിലയിൽ ഇത് 120/80 മില്ലിമീറ്റർ മെർക്കുറിയാണ്. എന്നാൽ ഇത് സ്ഥിരമായി 140-90 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അതിന് നമുക്ക് അമിത രക്തസമ്മർദ്ദം എന്ന് വിളിക്കാം. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഭൂരിഭാഗം പേരിലും ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല, എങ്കിലും ചിലരിൽ ഇവ കണ്ടേക്കാം. അതായത് കടുത്ത തലവേദന, പ്രത്യേകിച്ച് പുലർച്ചെ തലയുടെ പിൻഭാഗത്തായിട്ട്, അതുപോലെ കാഴ്ച മങ്ങുക, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, നെഞ്ചിടിപ്പ് കൂട്ടുകയോ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയോ ചെയ്യാം. ഇനി 2 തരത്തിലുള്ള കാരണങ്ങളാണ് ഇതിനുള്ളത്. മാറ്റാൻ കഴിയാത്തവയാണ് പ്രായവും അതുപോലെ തന്നെ ജനിതകമായ കാരണങ്ങളും. എന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ചിലതുണ്ട്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. അതായത് ഉപ്പിന്റെ അമിത ഉപയോഗം, മാനസിക സമ്മർദ്ദം, വ്യായാമമില്ലായ്മ, അതുപോലെ പുകവലിയും അമിതവണ്ണവും മദ്യപാനവും. പിന്നെ ഡാഷ് ഡയറ്റ്, അതാണ് അതിന്റെ പ്രതിരോധം എന്ന് പറയുന്നത്. ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തി നമുക്ക് BP നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഉപ്പ് കുറയ്ക്കുക, അതായത് ഒരു ദിവസം 5 ഗ്രാമിൽ താഴെ മാത്രം ഉപ്പ് ഉപയോഗിക്കുക, അതായത് ഏകദേശം 1 ടീസ്പൂൺ മാത്രം. പിന്നെ ഡാഷ് ഡയറ്റ്, അതായത് പഴങ്ങൾ, പച്ചക്കറികൾ, കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ പതിവായിട്ട് പരിശോധിക്കുക, അതായത് മാസം ഒരിക്കലെങ്കിലും BP പരിശോധിക്കുക. മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കുക, സ്വയം നിർത്താതിരിക്കുക. അപ്പം രക്തസമ്മർദ്ദം കൃത്യമായി നിയന്ത്രിച്ചാൽ ഹൃദയാരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക. കൃത്യമായ മെഡിക്കൽ അറിവുകൾക്കായിട്ട് ക്യാപ്സ്യൂൾ ലേണിംഗിനെ ഫോളോ ചെയ്യുക. താങ്ക്